ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നേരത്തെ ഒരു അറബ് നാറ്റോയെ കുറിച്ചുള്ള ഒരു വാർത്ത എല്ലാ മാധ്യമങ്ങളും, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അറബ് നാറ്റോ മാറി മുസ്ലിം നാറ്റോ എന്ന പേരിലാണ് പാകിസ്ഥാനും സൗദിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരുടെ കൂടെ തുർക്കിയും കൂടെ കൈ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് രീതിയിൽ ഇത് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നു. രണ്ടാമത് റഷ്യ നാറ്റോയെ അടിച്ച് ചുരുട്ടാനായിട്ട് പോകുന്നു. അപ്പൊ തുർക്കിയും അവരുടെ ആ ഒരു ലിസ്റ്റിലുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ ഈ കരാർ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി അറേബ്യക്കെതിരായിട്ടുള്ള ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിലും പാകിസ്ഥാനും തുർക്കിയും മൗനം പാലിച്ചു. പുണ്യനഗരമായിട്ടുള്ള മക്കയിലെ അൽ സഫ കൊട്ടാരത്തിൽ നടന്ന മക്ക അൽ മുക്കറമ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്, സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് എർദോഗൻ എന്നിവർ ഈ കരാറിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഏത് തരത്തിലുള്ള ആക്രമണത്തെയും സംയുക്തമായി പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ഈ ആക്രമണത്തെ സംയുക്തമായി പ്രതിരോധിക്കും എന്ന് പറയുമ്പോൾ, നേരത്തെ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു കരാർ വെച്ചിരുന്നു. പാകിസ്ഥാൻ അത് കഴിഞ്ഞ് എന്തോരം ആക്രമണങ്ങൾ നേരിട്ടു. പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ സൗദി വരുന്നത് ഞാൻ കണ്ടില്ല. അതിനകത്ത് തെഹ്രീക്കെ താലിബാൻ ആക്രമിച്ചു, താലിബാൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പോരാത്തതിന് ഈ താലിബാൻ പാകിസ്ഥാനുമായിട്ട് ആക്രമണം നടത്തിയപ്പോൾ സൗദി അറേബ്യ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെയാണ്, നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തും, ഇതിൽ ഞങ്ങൾ വരേണ്ട ആവശ്യമില്ലെന്നാണ് സൗദി പറഞ്ഞത്. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയൊരു കരാർ വെക്കുന്നതിന് പിന്നിലുള്ള ഒരു ചേതോ വികാരം എന്തായിരിക്കും? ഈ കരാറിനെ ഇറാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇറാൻ ഇതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. ഈ കരാറിനെ ഇറാൻ പ്രസിഡന്റ് വലിയ രീതിയിൽ ഈ കരാറിനെ വിമർശിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇതുകൊണ്ടൊന്നും തന്നെ യുദ്ധത്തിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട എന്നുള്ളതാണ് ഇറാന്റെ പല മാധ്യമങ്ങളും ഇതിനെ പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോ സംഭവം ഇറുക്ക് എന്ന് പറയുന്നത് പോലെ വലിയ രീതിയിൽ ഇത് വിമർശനത്തിന് വിധേയമാകുന്നു. അപ്പൊ ഇവരുടെ ഈ നിലവിലുള്ള കരാർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ സിമ്പിളാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. ഒന്ന്, ഇപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു രാജ്യം തുർക്കിയാണ്. തുർക്കി ഓൾറെഡി തന്നെ എവിടെയെങ്കിലുമൊക്കെ ചേക്കേറാൻ നിൽക്കുന്ന ഒരു രാജ്യം കൂടെയായിരുന്നു. ഒന്ന്, ആണവ രാജ്യമാണ് പാകിസ്ഥാൻ. രണ്ട്, തുർക്കിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ടെക്നോളജിയിൽ അല്പം മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം അവർക്ക് ആയുധത്തിന്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ രണ്ടു കൂട്ടർ വരുന്നു. ഇത് ഈ രണ്ട് സാധനങ്ങൾ മാത്രം പോരാ. ഇതിന് മുതൽ മുടക്കാൻ ഒരാൾ വേണം, ഒരു പ്രൊഡ്യൂസർ, പണം മുടക്കാൻ. അത് സൗദിയാണ്. ഇതാണ് ഈ അച്ചുതണ്ടിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം. ഒരു ആണവ രാജ്യം, അതായത് ഒരു സ്ഥലത്ത് ആയുധങ്ങളുമായി ഒരു രാജ്യം റെഡി, മറ്റുള്ളത് ലേറ്റസ്റ്റ് ടെക്നോളജിയിലും ഡ്രോൺ സംവിധാനവും അറ്റാക്കിംഗ് കപ്പാസിറ്റിയും ഒക്കെ ഉള്ള ഒരു രാജ്യം. മറ്റത് ഇവർ രണ്ടുപേരും അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം സാമ്പത്തികമില്ല. ഇപ്പൊ പടം പിടിക്കണേ പ്രൊഡ്യൂസർ വേണം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പ്രൊഡ്യൂസർ വേണം. അപ്പൊ കൈ നിറയെ പണവുമായി നിൽക്കുന്ന സൗദി. കാരണം ഇതിനകത്ത് ഇപ്പൊ ഇവരുടെ ഈ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഏതെങ്കിലും മറ്റൊരു രാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് കരുതി ഈ മൂന്ന് പേരും കൂടെ ഒറ്റയ്ക്ക് എതിർക്കുമെന്നാണ് പറയുന്നത്. എതിർക്കാൻ പോകുന്നതും ഈ രീതി തന്നെയാണ്. ഇപ്പൊ നിലവിൽ നമ്മളെ സംബന്ധിച്ച് അത് പേടിയില്ല. കാരണം ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞു ഓൾറെഡി. കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വന്നു കഴിഞ്ഞിരിക്കുന്നു, തുർക്കി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നടക്കുമെന്ന് വെച്ചാൽ നടക്കും. ആകെ നടക്കാമെന്ന് സൗദി അറേബ്യ നേരിട്ട് ഒരു യുദ്ധത്തിലും പങ്കെടുക്കില്ല. ഈ പാകിസ്ഥാനെ ആരെങ്കിലും അടിച്ചു ചുരുട്ടിയാലോ തുർക്കിക്കിട്ട് ആരെങ്കിലും അടിച്ചു ചുരുട്ടിയാലോ സൗദി അറേബ്യ നേരിട്ട് ഇടപെടില്ല. പക്ഷെ അവരുടെ പണം വലിയ രീതിയിൽ തന്നെ, പണമാണല്ലോ യുദ്ധത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത്, പണമാണ്. അപ്പോൾ വലിയ രീതിയിൽ പണം നൽകാൻ അവർ തയ്യാറാകും. ഇതാണ് ഈ സഖ്യത്തിന്റെ ഒരു രത്ന ചുരുക്കം. ഇവിടെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി 3 ദിവസം മുമ്പ് ശ്രീ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ വിളിച്ച് ദീർഘനേരം സംസാരിക്കും. ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഈ നെതന്യാഹുവിനെ കാണാൻ പോകുന്നത്, എന്തിനാണ് ഈ നെതന്യാഹുവായി സംസാരിക്കുന്നത്? ഇതൊക്കെ തന്നെ കൊണ്ടാണ് ഈ ഇസ്രായേലിനെ ഇന്ത്യ ചേർത്ത് പിടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗസയ്ക്ക് ഇന്ത്യ പിന്തുണ കൊടുക്കണം, പിന്നെ പാകിസ്ഥാന്റെ മുമ്പിൽ മുട്ടിൽ എഴയണം, തുർക്കിയെ നമ്മൾ തലയിൽ പൊക്കി വെക്കണം. ഇതാണ് ഇവിടുത്തെ ആളുകളുടെ മെത്തേഡ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്നത്? കാരണം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട 2 ശത്രുക്കളാണ് ഇപ്പോൾ തുർക്കിയും ഒപ്പം പാകിസ്ഥാനും. എർദോഗനും നെതന്യാഹുവായിട്ട് നല്ല ഫൈറ്റാണ്, നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇസ്രായേലിലെ കപ്പലുകൾക്കൊന്നും തുറമുഖം അടച്ചുപൂട്ടി കഴിഞ്ഞു. അത് ഇസ്രായേലിന്റെ ഒരു പ്രസിഡന്റ് അസർബൈജാനിലൊക്കെ മറ്റോ പോകുന്ന സമയത്ത് വ്യോമപാതയ്ക്ക് അനുമതി കൊടുത്തില്ല. അങ്ങനെ ഭയങ്കരമായ ഒരു ക്ലാഷ് നിൽക്കുന്നു. അത് മാത്രമല്ല, ഇറാന്റെ പ്രശ്നം ഒന്നും ഒതുങ്ങിയിട്ട് പാകിസ്ഥാനെ ലക്ഷ്യം വെക്കാൻ നിൽക്കുകയാണ്
ഈ പറയുന്ന ഇസ്രായേൽ. ഈ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉണ്ട്. അതിനകത്ത് കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇനി ഒരു വാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഈ തുർക്കിയും സൗദിയുടെ വലിയ പിന്തുണയും, കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും സൗദിയുടെ ഒരു അഴകുഴമ്പൻ നയമായിരുന്നു. അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, യുദ്ധം തീർക്കണമെന്നൊക്കെ പറഞ്ഞവർ അങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ്. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത എടുത്തു. സക്രീക്കിലെ ഒരു സൈനിക വിന്യാസവും ആയുധങ്ങളുടെ ഒക്കെ ഒരു വിന്യാസവും കാര്യങ്ങളും നമ്മൾ ഒരു വാർത്ത ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു. ഇതുമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സമീപ ഭാവിയിൽ തന്നെ ഒരു അടി വ്യാപകമായി തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞതാണ് വളരെ രസകരമായ ഒരു കാര്യം. ഇറാൻ പറഞ്ഞത് കടലാസിലുള്ള കരാറ് ഫലപ്രദമാകില്ല, അത് കടലാസിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. എന്നിട്ട് സൗദിക്ക് അവരൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. സ്വന്തമായിട്ട് നിങ്ങൾ സൈന്യത്തേക്ക് വികസിപ്പിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷ കിട്ടൂ, അല്ല വല്ലവനെയും കണ്ടിട്ട് ഈ പണിക്ക് ഇറങ്ങാൻ നിന്ന പണി പാളും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ടെസ്റ്റ് ഡോസ് നടക്കാൻ പോകുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇറാന്റെ മിലീഷ്യസ്, ഇറാഖിലുള്ള അവരുടെ മിലീഷ്യസുകളും ഹൂത്തി വിമതന്മാരും ഒക്കെ കൂടെ, ഹൂത്തീസും ഒക്കെ കൂടെ സൗദിയെ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൈനർ അറ്റാക്കിന് അവർ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെ ആ വാർത്ത നൽകിയിരുന്നു. രണ്ട് ഭാഗത്തും തെക്കും വടക്കും നിന്ന് അടിക്കാൻ പോകുന്നു ഒന്നിച്ച്. ഇതിന്റെ നടുക്ക് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇറാന്റെ സേനയുമാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവിടെ ഈ ഇറാനും പാകിസ്ഥാനും എന്ത് ആക്ഷൻ ആയിരിക്കും എടുക്കുന്നത്? അതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇറാന് എതിരെ പോയി ഇവന്മാർ അടിക്കുവോ അതോ ഇറാനെ അറ്റാക്ക് ചെയ്യുമോ? ഇതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ആകുമ്പോൾ ഇവർക്കെല്ലാം ഒന്നിച്ച് നിൽക്കാൻ പറ്റും. കാരണം ഇന്ത്യ ഒരു കാഫിർ രാജ്യമായതുകൊണ്ടും മറ്റ് മുസ്ലിം നാറ്റോയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കെതിരെ അണിനിരക്കാൻ പറ്റും. പക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങൾ തന്നെ ആകുമ്പോൾ ഇവരെങ്ങനെ എതിർക്കും, എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ കാണണം. ഇവിടെയാണ് നമ്മൾ ഇസ്രായേലുമായി കൂടുതൽ അടുക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യതയും നിൽക്കുന്നത്. ഏതായാലും ഇത് ഇന്നലെ വലിയ വാർത്ത തന്നെയായിരുന്നു. പക്ഷെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇറാൻ വെടിപൊട്ടിക്കുകയും ഇതിനെ കളിയാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഞാനതിനെ ഒരു നിസ്സാരമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാകിസ്ഥാനും ഈ തുർക്കിയും എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ആയുധബലവും സൈനിക ബലവും ഒക്കെ ഉള്ള രാജ്യമാണ്. അവരുടെ ഒരു പ്രധാന പ്രശ്നം സാമ്പത്തികമാണ്. ആ സാമ്പത്തികം കൊടുക്കാൻ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ വന്നിരിക്കുന്നു, സൗദി അറേബ്യ. ഇത് എത്രത്തോളം പ്രാക്ടിക്കലാകും, ഇത് എത്രത്തോളം മുൻപോട്ട് പോകുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ധനുഷ് പറഞ്ഞത് ശരിയാണ്. ഈ കരാർ വന്നതിന് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന താലിബാൻ പാകിസ്ഥാനെ അടിച്ചത്. അന്നൊന്നും സൗദിയെ ആ വഴിക്ക് കണ്ടില്ല. അങ്ങനെ നിൽക്കുന്നു. ഇനിയിപ്പോ തുർക്കിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഖലീഫ വാണ രാജ്യമാണല്ലോ തുർക്കി. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ സ്വപ്നം ഈ ഇസ്ലാമിക രാജ്യത്തിന്റെ തലവനാകുക, തലപ്പത്ത് ഇരിക്കുക എന്നുള്ളതാണ് എർദോഗന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഇനി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഈ അറബ് നാറ്റോ എന്നുള്ളത് മുസ്ലിം നാറ്റോ ആയി മാറുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു മതപരിവേഷം കൂടി എത്തുന്നുണ്ട്. ഇതിനെ ഏത് രീതിയിലാണ് ഇനി മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് പറയേണ്ടി വരും. ഇതിനകത്ത് അവർ പറയുന്നത് ഞങ്ങൾ UAE ബഹ്റിനെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്.